നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിൻ്റെ ഈവനിംഗ് പോഡ്കാസ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 6 ബുധനാഴ്ചയാണ്. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട RBIയുടെ റിപ്പോ നിരക്ക് പ്രഖ്യാപിക്കുന്ന ദിവസമായിരുന്നു. റിപ്പോ നിരക്കിൽ മാറ്റമൊന്നും വരുത്തിയില്ല. നിരക്കിൽ മാറ്റം ഉണ്ടാകില്ല എന്ന് ഏറെക്കുറെ പ്രതീക്ഷിച്ചിരുന്നതാണെങ്കിലും RBIയുടെ തീരുമാനത്തെ തുടർന്ന് വിപണി ഇടിയുകയുണ്ടായി. മറ്റൊരു മുഖ്യമായിട്ടുള്ള വിഷയം കൂടി ഇന്ന് ഉണ്ടായിരുന്നത് ഇന്ത്യക്കെതിരായി ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ താരിഫ് ഭീഷണിയെക്കുറിച്ചുള്ള ആശങ്കകൾ തന്നെയായിരുന്നു. ഇതുകൊണ്ട് തന്നെ ഫാർമ, ഓട്ടോ, IT തുടങ്ങിയ മേഖലകളാണ് ഇന്ന് ഇടിവുണ്ടാക്കിയത്. ആഗോള മാർക്കറ്റുകൾ സമ്മിശ്രമായതും ഇന്നത്തെ ഇടിവിന് കാരണമായി. ഇന്ന് വലിയ ഇടിവുണ്ടാക്കിയ സ്റ്റോക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ ബോഷ് 6% ഇടിഞ്ഞു. കൂടാതെ ട്രംപിന്റെ അഭിപ്രായങ്ങളിൽ നിന്നുള്ള താരിഫ് വർധനവിന്റെ ഭയം കാരണം ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ് 5% ഇടിഞ്ഞു. കൂടാതെ ഒന്നാം പാദ ഫലങ്ങൾ നിരാശാജനകമായതിനെ തുടർന്ന് ഡിവിസ് ലാബ് 4% ഇടിഞ്ഞു. കോൺകോറിന്റെ Q1 റിസൾട്ട് സമ്മിശ്രമായതിനെ തുടർന്ന് സ്റ്റോക്കും 4% ഇടിഞ്ഞു. ഒന്നാം പാദ ഫലങ്ങൾക്ക് മുന്നേ തന്നെ ബെല്ല് 3% ഇടിഞ്ഞു. നേട്ടമുണ്ടാക്കിയ സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ഏഷ്യൻ പെയിന്റ്സ് 2% ഉയർന്നു. ഒന്നാം പാദ ഫലങ്ങൾ മികച്ചതായതാണ് സ്റ്റോക്ക് ഉയരാൻ കാരണമായത്. HDFC ലൈഫ് ഇൻഷുറൻസ് ഡാറ്റയ്ക്ക് മുന്നോടിയായി സ്റ്റോക്ക് 2% ഉയർന്നു. ഒന്നാം പാദത്തിലെ ആരോഗ്യകരമായ പ്രകടനത്തെ തുടർന്ന് പിഡിലൈറ്റ് ഇൻഡസ്ട്രീസ് 1% നേട്ടമുണ്ടാക്കി. ഇന്നത്തെ ഇൻഡെക്സുകളിലേക്ക് വന്നാൽ സെൻസെക്സ് 166 പോയിന്റ്സ് ഇടിഞ്ഞ് 80,544 ക്ലോസ് ചെയ്യുന്നത്. നിഫ്റ്റി 75 പോയിന്റ്സ് ഇടിഞ്ഞ് 24,574 നിഫ്റ്റി ബാങ്ക് 51 പോയിന്റ്സ് ഉയർന്ന് 55,411 എത്തി. മിഡ് ക്യാപ് സൂചിക 457 പോയിന്റ്സ് ഇടിഞ്ഞ് 56,750 എത്തി. ഇന്ന് നിഫ്റ്റി ബാങ്ക് മാത്രമാണ് ചെറിയ നേട്ടത്തിൽ ക്ലോസ് ചെയ്തിട്ടുള്ളത്. മറ്റുള്ള എല്ലാ ഇൻഡീസസുകളും ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്തത്. ഇന്നത്തെ കുറിച്ച് പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ നമുക്ക് നോക്കേണ്ടതുണ്ട്. ഇന്നിപ്പോൾ വലിയ ഇടിവ് രേഖപ്പെടുത്തിയ ഡിവിസ് ലാബ് ഇന്ന് നമ്മൾ നമ്മുടെ വിലയിരുത്തലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ വെറും 799 രൂപയ്ക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ നമ്മളിവിടെ ഒരു വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ മെസ്സേജ് അയച്ച് ജോയിൻ ചെയ്യാവുന്നതാണ്. നിഫ്റ്റിയെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. നിഫ്റ്റിയിൽ ഇപ്പോൾ ഫോം ആയിരിക്കുന്ന ഒരു പ്രത്യേക പാറ്റേണിനെ കുറിച്ചാണ് ആദ്യം സംസാരിക്കുന്നത്. അതിനുശേഷം നമുക്ക് കുറച്ച് സ്റ്റോക്കുകൾ നോക്കാം. ഇപ്പോൾ നിഫ്റ്റിയിൽ ഫോം ആയിട്ടുള്ള ഈ ഒരു പാറ്റേൺ ബുള്ളിഷ് ഡയഗണൽ പാറ്റേൺ ആണ്. 1 ഹവറിലാണ് ഇപ്പോൾ ഈ പാറ്റേൺ ഫോം ആയിരിക്കുന്നത്. ഇതിൽ നിന്നും ഒരു ബ്രേക്ക് ഔട്ടിനായിട്ടാണ് നമ്മൾ ഇനി വാച്ച് ചെയ്യേണ്ടത്. അപ്സൈഡിൽ നമ്മൾ ഈ പറയുന്ന 1 ഹവറിൽ നമ്മൾ പറഞ്ഞ ഈ ഒരു ബുള്ളിഷ് ഡയഗണൽ പാറ്റേണിൽ നിന്നും ഒരു ബ്രേക്ക് ഔട്ട് എപ്പോൾ ലഭിക്കും എന്ന് തന്നെയാണ് നമ്മൾ കൃത്യമായി തന്നെ വാച്ച് ചെയ്യേണ്ടത്. നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും കുറിച്ചുള്ള കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നാളത്തെ പ്രീ മാർക്കറ്റ് വീഡിയോയിൽ നമ്മൾ പറയുന്നതാണ്. പ്രീ മാർക്കറ്റ് വീഡിയോ മറക്കാതെ കാണുക. ഇന്ന് ഫാർമ സെക്ടർ വലിയ ഇടിവാണ് രേഖപ്പെടുത്തിയത്. അതിൽ തന്നെ വലിയ ഇടിവിലേക്ക് പോയ ഒരു പ്രധാനപ്പെട്ട സ്റ്റോക്ക് ഡിവിസ് ലാബ് ആയിരുന്നു. സ്റ്റോക്കിനെ കുറിച്ച് ടെക്നിക്കലായി പറയുകയാണെങ്കിൽ ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് ഏരിയയിലാണ് ഇപ്പോൾ ഈ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. അതായത് മുൻപ് പലതവണയും 2024 ഒക്ടോബറിൽ, 2024 ഡിസംബറിൽ, 2025 ജനുവരിയിൽ, 25 ഫെബ്രുവരിയിൽ, അതിനുശേഷം ഏപ്രിലാണ് ഈ ഒരു സോൺ ഡിമാൻഡ് സോണായി മാറുന്നത്. അപ്പോൾ ഈ സോണിൽ നിന്നും ഒരു റിവേഴ്സൽ നമുക്ക് ലഭിക്കുന്നുണ്ടോ എന്ന് തന്നെയാണ് നമ്മൾ കൃത്യമായി വാച്ച് ചെയ്യേണ്ടത്. വരുന്ന ദിവസങ്ങളിലെ ക്യാൻഡിലുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് ഒരു റിവേഴ്സൽ സൈനുകൾ തരുന്ന ക്യാൻഡിലുകളാണോ എന്ന് തന്നെയാണ് ഇനി മുൻപോട്ട് നമ്മൾ നോക്കേണ്ടത്. US താരിഫിൻ്റെയൊക്കെ പ്രഷർ ഫാർമ സ്റ്റോക്കുകളിലാണ് കൂടുതലായി കാണാൻ കഴിയുന്നത്. മറ്റൊരു സ്റ്റോക്ക് ചെമ്പൽ ഫെർട്ടിലൈസേഴ്സ് ആണ്. സ്റ്റോക്ക് ഇപ്പോൾ ഒരു കൺസോൾട്ടേഷൻ ഫേസിൽ തന്നെയാണുള്ളത്. അവിടെ നിന്നും നല്ല വോളിയത്തോടു കൂടിയുള്ള ഒരു ബ്രേക്ക് ഔട്ടിന് സാധ്യതയുണ്ട് എന്ന നിലയിൽ ഇപ്പോൾ സ്റ്റോക്ക് നിൽക്കുകയാണ്. അതായത് 542 മുതൽ 570 വരെയുള്ളത് ഒരു കൺസോൾട്ടേഷൻ സോണാണ്. ഈ ഒരു സോൺ ബ്രേക്ക് ചെയ്ത് 576 മുകളിൽ ഒരു വീക്ക്ലി ക്ലോസിംഗ് വെക്കുകയാണെങ്കിൽ ഒരു പക്ഷേ 606 വരെയൊക്കെ സ്റ്റോക്ക് അപ്പാവാനുള്ള സാധ്യതകളുണ്ട്. ഈ സോണിൽ നിന്നും ഒരു വീക്ക്ലി ക്ലോസിംഗ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മുൻപോട്ട് ഫോക്കസ് ചെയ്യാൻ കഴിയുകയുള്ളൂ. മറ്റൊരു സ്റ്റോക്കിലേക്ക് വരാം. ബ്ലാക്ക് ബക്ക് എന്ന സ്റ്റോക്കാണ്, അഥവാ സിൻക ലോജിസ്റ്റിക് സൊല്യൂഷൻസ് ലിമിറ്റഡ്. സ്റ്റോക്കിൽ ഒരു സിമെട്രിക്കൽ ട്രയാങ്കിൾ പാറ്റേൺ ആണ് ഇപ്പോൾ ഫോം ആയിരിക്കുന്നത്. സ്റ്റോക്കിൽ ഒരു ക്ലിയർ ആയിട്ടുള്ള ബ്രേക്ക് ഔട്ട് ലഭിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കൂടാതെ നല്ല ഒരു സ്ട്രോങ് ആയിട്ടുള്ള വോളിയവും ഇപ്പോൾ ഡെയിലി ബേസിസിൽ ഉണ്ട്. അത് വളരെ പോസിറ്റീവായി തന്നെ കാണാം. നമുക്ക് അപ്സൈഡിൽ ഒരു ടാർഗറ്റ് ആവാൻ സാധ്യതയുള്ളത് 610 ആണ്. ഡൗൺ സൈഡിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് ആവാൻ സാധ്യതയുള്ളത് 520 വരുന്ന ദിവസങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റോക്കുകളും കൂടാതെ നിഫ്റ്റിയെയും കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ സംസാരിച്ചത്. സ്റ്റോക്ക് മാർക്കറ്റിൽ നിരവധി ആളുകളാണ് നഷ്ടം വരുത്തി വയ്ക്കുന്നത്. കൃത്യമായി പഠിക്കാത്തതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണമായി വരുന്നത്. അത്തരത്തിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ബേസിക് കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. തൊട്ടുമുകളിൽ ഇവിടെ ഒരു വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. വെറും 1 മാസമാണ് കോഴ്സിൻ്റെ ഡ്യൂറേഷൻ വരുന്നത്. വീക്ക്ലി 2 മുതൽ 3 ക്ലാസ്സുകൾ വരെ ആയിരിക്കും ഉണ്ടായിരിക്കുക. സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ബേസിക് ആയ കാര്യങ്ങൾ മുതൽ ധാരാളം കാര്യങ്ങൾ നമ്മൾ ഈ കോഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
അപ്പോൾ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഇന്നിവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും സ്റ്റഡി പർപ്പസിന് വേണ്ടി മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. ഒരിക്കലും ഈ സ്റ്റോക്കുകൾ ബൈ ചെയ്യാനോ സെല്ല് ചെയ്യാനുള്ള റെക്കമെൻഡേഷൻ ഒന്നുമല്ല ഇത്. സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുക എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട ഉദ്ദേശം. അതുകൊണ്ട് ഈ സ്റ്റോക്കുകളിൽ നിങ്ങൾ ഒരുപക്ഷെ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായി ഇതിൻ്റെ ടെക്നിക്കൽസും ഫണ്ടമെൻ്റൽസും അങ്ങനെ ധാരാളം കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം മാത്രം സ്റ്റോക്കുകളിൽ എൻട്രി എടുക്കാൻ ശ്രമിക്കുക. ഒരു എക്സ്പേർട്ട് ഒപ്പീനിയൻ ലഭിച്ചതിന് ശേഷം മാത്രമേ ഇത്തരത്തിലുള്ള ഡിസിഷനുകൾ നിങ്ങൾ എടുക്കാവൂ. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുകയാണ്. നാളെ രാവിലെ വീണ്ടും പ്രീ മാർക്കറ്റ് വീഡിയോയുമായി കാണാം. ഏവർക്കും നന്ദി.